ഹലോ കൂട്ടുകാരെ, വീട്ടമ്മമാർക്ക് ഉപകരിക്കുന്ന കുറച്ച് ഹെൽത്തി ടിപ്സുമായിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് വരെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വിവാഹശേഷം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കടന്നു വരുന്നതോടെ ഇതെല്ലാം മിക്ക പെൺകുട്ടികളും ശ്രദ്ധിക്കാറില്ല. സ്വന്തം ആരോഗ്യം നോക്കാതെ പ്രവർത്തിക്കുകയും പിന്നീട് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാറുമുണ്ട്. യുവത്വം നിലനിർത്താനും ആരോഗ്യത്തോടെ ഇരിക്കാനുമായിട്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ടിപ്സ് നോക്കാം. എന്ത് തരം ആഹാര സാധനങ്ങളാണ് ആരോഗ്യമായിട്ടിരിക്കാൻ ആവശ്യമെന്ന് ചിന്തിച്ചാൽ ആദ്യം തന്നെ വരുന്ന ഒന്നാണ് ഇലക്കറികൾ. നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളുടെ ചെറുപ്പം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട ഒന്നാട്ടോ ഇലക്കറികൾ. ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ബീൻസ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള 6ഓളം എസൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ബീൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ബീൻസ് നമ്മുടെ ആഹാരത്തിൽ ശീലമാക്കാം. അടുത്തായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് പേരയ്ക്ക. എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പഴവർഗ്ഗം കൂടിയാട്ടോ ഇത്. നമുക്ക് പേരയ്ക്കായ്ക്ക് അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല. നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്ന് മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കഴിക്കും. പക്ഷെ നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ട ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പേരയ്ക്ക എന്ന് പറയുന്നത്. കോശങ്ങളുടെ ചെറുപ്പം നിലനിർത്തുന്നതിനും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ചെറുക്കുന്നതിനും പേരയ്ക്ക നമ്മളെ സഹായിക്കും. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് വീട്ടമ്മമാർക്കുണ്ടാകുന്ന ജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും ജോയിൻറ്റ് പെയിൻസ്, അമിതമായിട്ടുള്ള ക്ഷീണം, മസിലിനെല്ലാം വേദന, എപ്പോഴും നമുക്കൊരു തളർച്ചയായിരിക്കും. ഇതിന് കാരണം നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറയുന്നതാണ്. അതിനെ തന്നെ കാൽഷ്യം അടങ്ങിയ ഭക്ഷണം നമ്മൾ ധാരാളം കഴിക്കണം. എള്ള്, ചീസ്, ചെറു മത്സ്യങ്ങൾ ഇവയെല്ലാം ധാരാളം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളാണ്. ഒരു സാധാരണ വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാട്ടോ ഞാൻ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് പണം ചെലവഴിക്കാതെ നമ്മൾ നിത്യേന ഉപയോഗിക്കേണ്ട ആഹാര സാധനങ്ങളിൽ ആണ് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ ആരോഗ്യം വരാനായിട്ട് സാധാരണക്കാരായ വീട്ടമ്മമാരോട് പുറത്തു പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രമാട്ടോ ഞാൻ ഈ ടോപ്പിക്കിൽ നിങ്ങളോട് പറയുന്നത്. കാൽഷ്യം പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീന്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുമ്പം ചിക്കൻ, മുട്ട, പാല്, കടല, അതുപോലെ നോൺ വെജിറ്റേറിയൻ അല്ലാത്ത ഫുഡിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ആഹാരം എന്ന് പറയുന്നത് സോയാബീനാണ്. അതുകൊണ്ട് ഇതെല്ലാം ശരിയായ അളവിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താനൊക്കെ നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാവരും ചിലർ തെറ്റിദ്ധരിച്ചിട്ട് ഈ ഇളം വെയിൽ കൊള്ളും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി. പക്ഷെ അങ്ങനെയല്ല. ഒരു 10 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ കൊള്ളണം. വീട്ടമ്മമാർ തുണി അലക്കിയിട്ട് ഉണങ്ങാനിടുന്ന ടൈമൊക്കെ ഒരു 10 മണി കഴിഞ്ഞാക്കിയാൽ നമുക്ക് ഈ ജോലിയും നടക്കും, നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയും കിട്ടും. നമുക്ക് ഭക്ഷണം മാത്രം പോരാ, നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം. നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് ശരീരം തളർത്താതെ നമുക്കൊരു സെൽഫ് ലവ് നമ്മളോട് തന്നെ ഉണ്ടായിരിക്കണം. ശരീരം തളരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണം. ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങണം. അതിനുശേഷം ഉറങ്ങി ഏറ്റ ശേഷം നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ മതിയെന്ന് തീരുമാനിക്കണം. കാരണം ഈ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് നമ്മുടെ ആരോഗ്യം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട് വൃത്തിയാക്കി നിട്ടോട്ട് ഓടുമ്പോഴും വീട്ടിലുള്ള ആൾക്കാരെ പരിചരിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോഴൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. എൻ്റെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്